നോമ്പ് തുറക്കുന്നത് മുതൽ അതാ അത്താഴ സമയം വരെ എത്ര നേരമാണ് പുതിയ തലമുറ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമിതമായി ഭക്ഷണം കഴിച്ചാൽ നോമ്പിന്റെ മൂല്യമുണ്ടാവില്ല. നോമ്പിന്റെ മൂല്യം ലഭിക്കണമെങ്കിൽ വിശപ്പറിയണം. പകല് ഒരു നേരത്തെ ഭക്ഷണം മുടങ്ങിയാൽ പോരാ, വിശപ്പറിഞ്ഞുകൊണ്ടുള്ള റമളാനായിരിക്കണം. ആ വിശപ്പറിയുന്നതിൽ വലിയ മൂല്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, മനുഷ്യന്റെ അധമവികാരങ്ങളെ മുഴുവനും ഉണർത്തുന്നത് ഇന്ന സുമ്മ ഫിദ്ദസമീ, കൊഴുപ്പുകളല്ലേ വിഷമായി നമ്മൾ വന്ന് കൂടുന്നത്. നമ്മളെ നല്ല കൊഴുപ്പുള്ള ഭക്ഷണം എത്രയാണ് നോമ്പ് തുറക്കുന്നത് മുതൽ മന്തിയായി. നോമ്പ് തുറക്കുന്നത് മുതൽ മന്തിയാ. പല നേരം കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് ഭാരമായി. ശരീരത്തിൽ നിന്ന് ഒഴിവാകേണ്ട മേധസ്സുകളൊന്നും ഒഴിവാവില്ല. നോമ്പ് കൊണ്ട് കിട്ടേണ്ട യഥാർത്ഥ മൂല്യം നമുക്ക് ലഭിക്കാതെ പോകും. റമളാൻ കൊണ്ട് ലഭിക്കേണ്ട ഗുണമേന്മകൾ ഇല്ലാതെയാകും. അതുകൊണ്ട് റമളാനിൽ ഭക്ഷണ നിയന്ത്രണത്തിന്റെ മാസമായിരിക്കണം. മാത്രമല്ല, നമ്മൾ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു 11 മാസമുണ്ട്. അതിൽ നിന്ന് വിശപ്പിന്റെ ഒരു മാസം നിങ്ങൾക്ക് തരുന്നത് എന്തിനാണ്? പല ന്യായങ്ങളിൽ ഒരു ന്യായമാണ്, ലോകത്തൊരുപാട് ആളുകൾ വിശന്ന് കഴിയുന്നുണ്ടേ. ഒരുപാട് ആളുകൾ വിശന്ന് കഴിയുന്നുണ്ട്. അതിൽ നമ്മൾ അറിയേണ്ട യഥാർത്ഥ കാര്യം എന്താണ്? ഫലസ്തീനിലെ മക്കൾ എത്ര നാളായി നല്ല ഒരു ഭക്ഷണം കിട്ടിയിട്ട്. യുദ്ധക്കെടുതിയിൽ എല്ലാം തകർന്നുപോയി. ഉറ്റവരെത്രയോ കൊല്ലപ്പെട്ടുപോയി. അവസാനം ലോകത്തിന്റെ പല ഭാഗത്ത് നിന്നും വരുന്ന ചാരിറ്റി സംഘടനകളുടെ, ഖൈരിയകളുടെ വാനുകളിൽ നിന്ന് എടുത്തെറിയുന്ന റൊട്ടി ചാടിപ്പിടിക്കാൻ വേണ്ടി മത്സരിക്കുന്നതിൻ്റെ ഇടയിൽ ബ്രെഡ് പാക്കറ്റിലേക്കും ബോംബെറിയുന്ന ശത്രുക്കളുള്ളപ്പോൾ വിശന്നു കഴിയുന്ന ദശലക്ഷക്കണക്കിന് ആളുകളില്ലേ ലോകത്തെവിടെയെല്ലാം? നിങ്ങൾ അറിയുന്നുണ്ടോ? നമുക്കതറിയാനുള്ള നേരമില്ല. റമളാനിൽ നമ്മൾ ഓരോരുത്തരും എത്രയെത്ര ഭക്ഷണമാണ് വേസ്റ്റാക്കി കളയുന്നത്. അതാർക്കുള്ള ഭക്ഷണമാണ്? നമ്മളെപ്പോലെയുള്ള പട്ടിണി കിടക്കുന്ന പരകോടികളായ മനുഷ്യരുണ്ട്. അവർക്കുള്ള ഭക്ഷണമാണ് നമ്മൾ വേസ്റ്റാക്കുന്നത്. അതുകൊണ്ട് ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിൽ നിയന്ത്രണം വേണം. റമളാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ഭക്ഷണം വേസ്റ്റ് ആകുന്നുണ്ട്. നമ്മുടെ പള്ളിയിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ പരിപാടികളിൽ ഭക്ഷണം വേസ്റ്റ് ആകാൻ പാടില്ല. ഇത് കർശനമായ നിയന്ത്രണം വേണം. ലോകത്ത് എത്രയോ പട്ടിണി പാവങ്ങളുള്ളപ്പോഴാണ് നമ്മൾ ഭക്ഷണം വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അറിയുമോ, ലോകത്തിന്ന് ഒരുപാട് അഭയാർത്ഥി ക്യാമ്പുകളുള്ള കാലമാണ്. ലോകത്ത് ഇത്രയും അഭയാർത്ഥി പ്രവാഹമുള്ള ഒരു കാലം കഴിഞ്ഞു പോയിട്ടില്ല. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ അഭയാർത്ഥി പ്രവാഹം നടന്ന കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്ത് ഏതെല്ലാം രാജ്യങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യന്മാരുണ്ട്. മാത്രമല്ല, ഒരു രാജ്യവും അഭയം കൊടുക്കാത്ത നിരവധി മനുഷ്യന്മാര് വേറെയുണ്ട്. അതൊന്നും നമ്മൾ അറിയുന്നില്ല. നിരവധി മനുഷ്യന്മാർ ലോകത്ത് ഭക്ഷണം കിട്ടാതെ കഴിഞ്ഞുകൂടുന്നുണ്ട്. ആ ഭക്ഷണം കിട്ടാതെ കഴിഞ്ഞു പോകുന്ന ആളുകൾ, ഭക്ഷണം കിട്ടാതെ കഴിഞ്ഞുകൂടുന്ന ലോകത്ത് ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾ, അവരുടെ എല്ലാവരുടെയും ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു ആലോചന വേണം. കൂടുതൽ അസമത്വങ്ങളുടെ ഭാഗമായി ആധുനിക ലോകത്തിന്റെ ക്രമമനുസരിച്ചുകൊണ്ട് കോടിക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുകയാണ്.
ആ പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാരെ നമ്മൾ അറിഞ്ഞു നോക്കിയാൽ, നിങ്ങൾ ആരെങ്കിലും ലോകത്ത് നിങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകൾ സന്ദർശിച്ചവരുണ്ടോ? അഭയാർത്ഥി ക്യാമ്പുകൾ സന്ദർശിച്ചവരുണ്ടോ? നമ്മൾ UN-ന്റെ 2024 റിപ്പോർട്ട് പ്രകാരം ഓരോ ദിവസവും ഓരോ ബില്യൺ ഭക്ഷണം വേസ്റ്റ് ആവുന്നുണ്ട്. ഓരോ കൊല്ലവും ഓരോ ബില്യൺ, മില്യൺ അല്ല ബില്യൺ ഭക്ഷണം വേസ്റ്റ് ആകുന്നുണ്ട്. അതെപ്പോഴാണ്? 783 മില്യൺ ജനങ്ങൾ പട്ടിണിയിൽ കിടക്കുമ്പോഴാണ് ഓരോ ദിവസവും ഓരോ ബില്യൺ ഭക്ഷണം വേസ്റ്റ് ആകുന്നത്. നമ്മൾ വിചാരിക്കും ആവശ്യം പോലെ വിഭവങ്ങളുണ്ട്, നമുക്ക് മതിയായി, ഇനി ഒഴിവാക്കാമെന്ന്. 783 മില്യൺ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോഴാണ് 1 ബില്യൺ ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം വേസ്റ്റ് ആകുന്നത്. പരിശുദ്ധ റമദാനിൽ നമ്മൾ ആലോചിക്കണം. പകല് നമ്മൾ പട്ടിണിയുടെ ഒരു രുചി അറിയുന്നുണ്ട്. എന്നാൽ ഇതുപോലെ എന്നും പട്ടിണി കിടക്കുന്ന എത്ര മനുഷ്യരാണ്? അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത മനുഷ്യരുണ്ട്. നിങ്ങൾ അറിയുമോ? ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക്, സിറിയയിലേക്ക്, പരിസര രാജ്യങ്ങളിലേക്ക് വന്ന പല ആളുകളും ഏതെങ്കിലും ഒരു രാജ്യത്ത് അഭയം കിട്ടാതെ അതിർത്തികളിൽ കിടന്നുപോയിട്ടുണ്ട്. അവർക്കൊരു രാജ്യവും അധീനം നൽകിയില്ല. ബർമയിൽ നിന്ന് ലോകത്തേക്ക് വലിച്ചെറിയപ്പെട്ട ജനങ്ങൾ, ഒരു രാജ്യവും അഭയം കൊടുക്കാതെ എത്ര മനുഷ്യരാണ് മരിച്ചുപോയത്? ഹംഗറിയിലേക്ക് പോയ അഭയാർത്ഥികൾ എത്ര ആളുകളാണ് ബുഡാപെസ്റ്റിലെ അഭയാർത്ഥി ക്യാമ്പിലെത്താതെ മരിച്ചുപോയത്? ബംഗ്ലാദേശിലേക്ക് അഭയം തേടിപ്പോയ എത്ര ആളുകളാണ് ധാക്കയിലെ അഭയാർത്ഥി ക്യാമ്പിൽ എത്തുന്നതിന് മുമ്പ് മരിച്ചുപോയത്? നമ്മുടെ നാട് ഇന്ന് ഏതെങ്കിലും രാജ്യത്തിന്റെ അഭയാർത്ഥികളെ സ്വീകരിക്കുമോ? ഇവിടെയുള്ള ഒരുപാട് മനുഷ്യർ രാജ്യം നഷ്ടപ്പെടുത്തപ്പെടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ രാജ്യം എവിടെയെങ്കിലും ഉള്ള ആളുകളെ അഭയാർത്ഥികളായി സ്വീകരിക്കുമോ? റെഫ്യൂജികളെ സ്വീകരിക്കുമോ? ഇല്ല. റെഫ്യൂജികളെ സ്വീകരിക്കാനുള്ള പല എഗ്രിമെന്റുകളും ലോക രാജ്യങ്ങൾ തമ്മിലുണ്ട്. അതിന് പല ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും അഭയാർത്ഥികളുണ്ട്. ബർമയിലെ അഭയാർത്ഥികൾ ഡൽഹിയിലുണ്ട്. ഞങ്ങൾ അഭയാർത്ഥി ക്യാമ്പിൽ പോയിട്ടുണ്ട്. അപ്പോഴാണ് അഭയാർത്ഥി ക്യാമ്പിലെ ജീവിതം അറിയുക. അഭയാർത്ഥി ക്യാമ്പുകളിലെ ജീവിതം അറിയുമ്പോഴാണ് ഭക്ഷണത്തിന്റെ വില അറിയുക, പാർപ്പിടത്തിന്റെ വില അറിയുക. അഭയാർത്ഥി ക്യാമ്പുകൾ കിടക്കുന്ന ആളുകള് സ്വന്തമായി ഭൂമിയില്ലാത്തവരല്ല, സ്വന്തമായി ഇല്ലാതിരുന്നവരല്ല. ഏതോ കലാപങ്ങളുടെയും കെടുതികളുടെയും കാരണമായി ലോകത്തേക്ക് വലിച്ചെറിയപ്പെട്ടവരാണ്. അത് നമ്മൾ അറിയണില്ല. ബർമയിൽ നിന്ന് ഡൽഹിയിലുള്ള ചില അഭയാർത്ഥികളോട് നമ്മൾ സംസാരിച്ചപ്പോ നമ്മളെക്കാൾ സ്റ്റാൻഡേർഡായി വീട്ടിൽ താമസിച്ചോരാ, നമ്മളെക്കാൾ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാ. ഞങ്ങൾ ഒരിക്കൽ ജമ്മു ആൻഡ് കശ്മീരിൽ പോകുമ്പോൾ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ചെന്നപ്പോ അവിടെ കുടിയിറക്കപ്പെട്ട രാജ്യത്തെ MLC ആയ ഒരാൾ ഉണ്ടായിരുന്നു. MLAക്ക് തുല്യമായ ആളാണ് MLC ആയ ഒരാൾ ലോകത്തേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ എത്രയെത്ര രാജ്യങ്ങളിലെ ആളുകൾ സിറിയയിലെ തുടർന്നുകൊണ്ടിരുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയുടെ കാലത്ത് ബനാ അൽ അബാദ് എന്ന് പറയുന്ന 10 വയസ്സുള്ള മോൾ എഴുതിയ ഒരു കത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ബനാ അൽ അബാദ് സിറിയയിലേക്ക് പോയ അഭയാർത്ഥിയാണ്. അവസാനം റജബ് തയ്യിബ് ഉർദുഗാൻ ആ കുട്ടിയെ ഏറ്റെടുത്ത സംഭവം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇതുപോലെ ഒരുപാട് ലോകത്തെ അനുഭവങ്ങൾ നിങ്ങൾക്കറിയാം, വായിച്ചിട്ടുണ്ടാകും. അപ്പോഴാണ് നമ്മൾ ഭക്ഷണം എടുത്ത് വേസ്റ്റാക്കി കളയുന്നത്. എന്തിനേറെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഒരു നേരത്തെ നല്ല ഭക്ഷണം കിട്ടാത്ത എത്രയോ മനുഷ്യരുണ്ട്. ലോകത്ത് 1/3 ജനങ്ങൾ ഫുഡ് ഇൻസെക്യൂരിറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, ഭക്ഷ്യസുരക്ഷയില്ലാത്ത ആളുകളാണ്.
അതുകൊണ്ട് നമ്മുടെയൊക്കെ നാടുകളിലെ ഇഫ്താർ പാർട്ടി ആണെങ്കിലും അതിൽ ധൂർത്ത് പാടില്ല. വീട്ടിൽ ഒരുക്കുന്ന ഇഫ്താറിന്റെ പരിപാടിയാണെങ്കിലും ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്വീൻ, ആവശ്യത്തിലധികമുള്ള വിനിയോഗം പാടില്ല. വേസ്റ്റാക്കി കളയുന്നത് കല്യാണ ചടങ്ങുകളിൽ, അതുപോലെ മറ്റു സൽക്കാര ചടങ്ങുകളിൽ, അതുപോലെ തന്നെ തെറ്റാണ് ഇഫ്താർ പാർട്ടിയിലാണെങ്കിലും അമിതമായ ഭക്ഷണം ഉപയോഗിക്കുകയും പലതും വലിച്ചെറിയുകയും ചെയ്യുന്നത് തെറ്റായ നടപടിയാണ്, പാടില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ടൗൺഷിപ്പിലുള്ള പള്ളികളിൽ ഇഫ്താറിന് നല്ല വിഭവങ്ങൾ ഒരുക്കണം. കാരണം യാത്രക്കാരുണ്ടാകും, കച്ചവടക്കാർക്ക് വീട്ടിൽ വന്ന് പോകാൻ കഴിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അവിടെ നല്ല വിഭവങ്ങളോടുകൂടിയുള്ള, അഥവാ അവർക്ക് നോമ്പ് തുറയും ഉടനെയുള്ള ഭക്ഷണവും അടക്കം കരുതേണ്ടി വരും. ഗ്രാമപ്രദേശങ്ങളിലെ പള്ളികളിൽ നമ്മൾ ഭക്ഷണം ഒരുക്കുന്നത് ആർക്കാണ്? വീട്ടിൽ ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആളുകൾക്ക്. നമ്മൾ ആലോചിച്ചു നോക്കൂ, പള്ളിയിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോയവരാരാ? വീട്ടിലും അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നു അവർക്ക് വേണ്ടി. അങ്ങനെയുള്ള ആളുകൾ നാട്ടിൻ പുറത്തെ പള്ളികളിൽ ജമാഅത്തിന് വരുമ്പോൾ ജസ്റ്റ് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ മാത്രം മതിയാകും. നാസ്ത പോലെയുള്ള ഭക്ഷണം വീട്ടിൽ അവർക്ക് ഓൾറെഡി തയ്യാറാണ്. അങ്ങനെയുള്ള ആളുകൾക്ക്, പ്രിയമുള്ളവരെ, നമ്മൾ രണ്ട് സ്ഥലത്ത് എന്തിനാണ് ഫുഡ് ഉണ്ടാക്കുന്നത് ആലോചിക്കണം. ഞാനിത് പറയാനുള്ള കാരണം, ഞങ്ങൾ ബംഗാളിലെയും ബീഹാറിലെയും ഒഡീഷയിലെയും ആസാമിലെയും യുപിയിലെയും ഇന്ത്യ മഹാരാജ്യത്തിന്റെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൂടെ റമളാനിലും അല്ലാത്തപ്പോഴും നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത എത്രായിരം ജനങ്ങളെയാണ് നേരിൽ കാണേണ്ടി വന്നത്. ഒരു പൊതി ഭക്ഷണത്തിന് വേണ്ടി മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്ന മനുഷ്യരുണ്ട്. മണിക്കൂറുകൾ ക്യൂ നിൽക്കുകയാണ്. 6:00 നോമ്പ് തുറയെങ്കിൽ 5 മണിക്ക് തന്നെ വന്ന് കാത്തു നിൽക്കുകയാണ്. ഇന്നു തന്നെ നല്ല ഒരു ഭക്ഷണം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് വന്ന് കാത്തു നിൽക്കുന്ന എത്രയോ മനുഷ്യർ നമ്മൾ നേരിട്ട് കാണാം. അൽഹംദുലില്ലാ, എല്ലാ റമളാനിലും നമ്മൾ നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇഫ്താർ ഒരുക്കാറുണ്ട്. ഐവ ഇന്ത്യ ഫൗണ്ടേഷന് കീഴിൽ. നിങ്ങളിൽ പലരും ചിലപ്പോൾ ഓൺലൈൻ വഴി അത് പരിചയപ്പെട്ട് അതിന്റെ ഭാഗമായിട്ടുണ്ടാകും. നിങ്ങളെ ഇനിയും അതിലേക്ക് ആവശ്യം പറയുകയാണ്. ഈ വരുന്ന റമളാനിലും ഇൻഷാ അല്ലാഹ് ഇന്ത്യയിലെ 100 കണക്കിന് ഗ്രാമങ്ങളിൽ നമ്മൾ പാവപ്പെട്ടവർക്ക് ഇഫ്താർ ഒരുക്കുന്നുണ്ട്. അതിലേക്ക് കഴിയുന്നവരൊക്കെ കൂടിത്തരണം. എന്തിനാണ്? ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തവർക്ക് ഭക്ഷണം കൊടുക്കാൻ. വൈകുന്നേരമേ വന്ന് കാത്തിരിക്കുന്ന പാവങ്ങൾ ഇന്നെങ്കിലും നല്ല ഒരു ഭക്ഷണം കിട്ടുമല്ലോ എന്ന്. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ബംഗാളിലായിരുന്നു. എൻ്റെ കൂടെ ഈ പരിസരത്ത് നാട്ടുകാരടക്കം ഒരു 10-25 സുഹൃത്തുക്കൾ വന്നിരുന്നു. പല ഉദ്ഘാടനങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് അവിടെ നമുക്ക്. അൽഹംദുലില്ലാ, ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിൽ നമ്മുടെ സംരംഭങ്ങളുണ്ട്. ഇന്ത്യയിലെ 100-ലേറെ ഗ്രാമങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങളുണ്ട്. അവിടെയൊക്കെ നേരിട്ട് കാണാൻ ഈ നാട്ടുകാരായ പലരും ഞങ്ങളോടൊപ്പം ഓരോ സമയത്തും വരാറുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ ബീഹാറിലെ ഒരു ഉൾഗ്രാമത്തിൽ ചെന്നു. ആ ഒരു ഉൾഗ്രാമത്തിൽ ചെന്നപ്പോ അവിടെ കൊടുത്ത ബിരിയാണിയുടെ പൊതി കണ്ടപ്പോ എൻ്റെ കൂടെയുണ്ടായിരുന്ന പാനൂർ മുസ്തഫ ഹാജി ചോദിച്ചു, ഇത്ര ചെറിയ പൊതി കൊടുത്താൽ അവർക്ക് റാഹത്താകുമോ? അപ്പൊ ഇവിടെയുള്ള ആളുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ വലിയ പൊതി കൊടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇതുതന്നെ അവർക്ക് വലിയൊരു സൗഭാഗ്യമായിട്ട് അവർ കാണുന്നു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, അറിയണം, ഇതുപോലെയുള്ള വളരെ ദയനീയമായ അവസ്ഥ ഇന്നുമുണ്ട്. ഞങ്ങൾ ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ, ഏകദേശം കഴിഞ്ഞ തിങ്കളാഴ്ച, ഒരു പരിപാടിക്ക് എന്നിട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ അപേക്ഷയുടെ ഒരു കെട്ട്. കൂടെയുള്ള പലരും ചോദിച്ചു, അല്ല,
ഇത് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞ് വരികയാണോ? കാരണം എന്താ, 100 കണക്കിന് ജനങ്ങൾ ഒരുമിച്ചുകൂടി അവരെല്ലാം കിണർ വേണം, വീട് വേണം, വെള്ളം വേണം, ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വേണം എന്ന് പറഞ്ഞ് അവർ ആധാർ കോപ്പി ഉള്ളവർ അതടക്കം ഞങ്ങളുടെ മുമ്പിൽ അപേക്ഷയുടെ ഒരു കൂനയുമായി വന്നു. ഞങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് കടലാസ് വാങ്ങി. എത്ര ആളുകൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാലും അവരെ നിരാശപ്പെടുത്താൻ പാടില്ലല്ലോ, പരിശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോന്നു. ചില ആളുകൾക്ക് വേണ്ടത് നല്ല ഭക്ഷണമാണ്, ചില ആളുകൾക്ക് വേണ്ടത് നല്ല പാർപ്പിടമാണ്, ചില ആളുകൾക്ക് വേണ്ടത് നല്ല കുടിവെള്ള സ്രോതസ്സുകളാണ്, ചിലർക്ക് വേണ്ടത് നല്ല വസ്ത്രമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ, ഈ രാജ്യത്ത് അറിയുമോ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ, ഒരു നല്ല വസ്ത്രം കിട്ടാതെ എത്ര ജനങ്ങളാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? നമുക്കറിയേണ്ട കാര്യമുണ്ട്. ഇന്ന് ലോകത്ത് 88% ഡ്രസ്സും ഉപയോഗശൂന്യമാകുന്നതിന് മുമ്പ് വലിച്ചെറിയുകയാണ്. യൂറോപ്യൻ പാർലമെന്റ് 2024 പുറത്തുവിട്ട കണക്ക് പ്രകാരം 88% ഡ്രസ്സും ഉപയോഗശൂന്യമാകുന്നതിന് മുമ്പ് വലിച്ചെറിയുകയാണ്. നമുക്ക് എല്ലാ കല്യാണത്തിനും പുതിയ ഡ്രസ്സ് വേണം. ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യമാണ് നമ്മളെല്ലാവരും ഡ്രസ്സ് മാറ്റുന്നത്? സഹോദരിമാർ പ്രത്യേകിച്ചും ഒരു ഫംഗ്ഷൻ ഇട്ട ഡ്രസ്സ് അടുത്ത ഫംഗ്ഷൻ ഇടൂല. നിങ്ങളാ വാങ്ങിയ പുതിയ ഡ്രസ്സ് എവിടെ? നമ്മുടെ പഴയ കാലം നമുക്ക് ഓർമ്മയുണ്ടോ? മുൻഗാമികളെ കുറിച്ച്, നമ്മുടെ വലിയുപ്പയെ കുറിച്ച്, അവരുടെ ഉപ്പയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? എങ്ങനെയായിരുന്നു നമ്മൾ ജീവിച്ചത്? ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഉപയോഗിച്ച ഡ്രസ്സ് കളക്ട് ചെയ്ത് റെയിൽവേയിലൂടെ ബംഗാളിലും ബീഹാറിലെയും ഗ്രാമങ്ങളിൽ എത്തിച്ചു കൊടുത്തപ്പോൾ ആ കൊടുത്ത ഡ്രസ്സ് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ അണിഞ്ഞ് ആനന്ദത്തോടെ തുള്ളിച്ചാടിപ്പോയ മനുഷ്യരെ നേരിട്ട് കണ്ട് ഞങ്ങൾ കരഞ്ഞുപോയിട്ടുണ്ട്. ഇത് വേറെ എവിടെയല്ല, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്. ഇന്നും അങ്ങനെയാണ് ചില ഗ്രാമങ്ങളിൽ. നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കൾ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഇട്ട വസ്ത്രം നമ്മൾ അടുക്കി വെച്ചിരിക്കുന്നു, നശിപ്പിച്ചു കളയുന്നു, വലിച്ചെറിയുന്നു. എന്നാൽ വിവസ്ത്രരായ എത്ര ആളുകളാണ് ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? വസ്ത്രമില്ലാത്ത എത്ര ആളുകളാണ്? അൺസസ്റ്റൈനബിൾ മാഗസിൻ റിപ്പോർട്ട് ചെയ്ത പ്രകാരം 95% ഷൂ ഉപയോഗശൂന്യമാകുന്നതിന് മുമ്പ് വലിച്ചെറിയുകയാണ്. 95% ഷൂവും ഉപയോഗിച്ച് തീരുന്നതിന് മുമ്പ് വലിച്ചെറിയാണ്. നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ള പാദരക്ഷകളുടെയും വസ്ത്രത്തിന്റെയും കണക്കാലോചിച്ചു നോക്കൂ. എത്രയാണ് നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരു നിയന്ത്രണം വേണം, സഹജീവികളെ കുറിച്ചുള്ള ആലോചന വേണം, പട്ടിണി കിടക്കുന്നവരെ കുറിച്ചുള്ള ചിന്ത വേണം. ഇതെല്ലാം നിങ്ങൾക്ക് ഒരുക്കി വെക്കാനുള്ള മാസമാണ് റമളാൻ. പെരുന്നാൾ വരുമ്പോഴേക്കുള്ള ഡ്രസ്സ് ഇപ്പോഴേ നമ്മൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു. അല്ലെങ്കിൽ തന്നെ നമ്മുടെ സഹോദരിമാര് മലപ്പുറം ജില്ലയിലെ പ്രധാന ടെക്സ്റ്റൈൽസുകൾ മുഴുവനും ഷട്ടറിട്ട് ആളുകൾ മുമ്പിൽ സമ്മേളനം പോലെ ക്യൂ നിൽക്കുന്ന അവസാനത്തെ 10 വരാൻ കാത്തിരിക്കുകയാണ്. കോട്ടക്കലും ചെമ്മാടും തിരൂരും എല്ലാം സമ്മേളനം പോലെ ആള് ഷട്ടർ ലോക്കാക്കി ആളുകൾ കാത്തു നിൽക്കുക ഡ്രസ്സ് എടുക്കാൻ. നമ്മളെല്ലാവരും ആ ഒരു കാഴ്ചയുടെ നാളുകളിലേക്ക് വരികയാണ്. എന്നാൽ പെരുന്നാളിന് പോലും ഒരു ഡ്രസ്സ് എടുക്കാൻ കഴിയാത്ത ആയിരങ്ങള് 10,000 ലോകത്തുണ്ട്. ഈ ഒരു വിചാരം നമ്മളിലേക്ക് വരണം. പാവപ്പെട്ടവന്റെ ജീവിതം അറിഞ്ഞുകൊണ്ട് ഇടപെടാനുള്ള മാസമാണ് റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ ഔദാര്യത്തിന്റെ നേതാവാണ്. വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാന്യതയിലും ഔദാര്യത്തിലും അറിവിലും മുന്നിലാണ്. അവിടുത്തോട് അടുക്കുന്ന ഒരാളുമില്ല.
മാ ഖാല ലാ ഖത്തു ഇല്ലാ ഫീ തശഹുദിഹി ലൗല തശഹുദു കാനത് ലാഉഹു നഅമു കാനത് ലാഉഹു നഅമു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ചോദിച്ച ഒരാളെയും നിരാശപ്പെടുത്തിയിട്ടില്ല. ആവശ്യമില്ലാതെ ആരും ചോദിക്കാനുള്ള മാസമായി റമദാൻ ഉപയോഗിക്കരുത്. പക്ഷേ ചോദിച്ചു വരുന്നവരെ നിരാശപ്പെടുത്തരുത്. ചില ആളുകൾ ഗേറ്റ് ലോക്ക് ചെയ്തിടും, വീട്ടിൽ ആരുമില്ലെന്ന് പറയും. അങ്ങനെയാവരുത്. ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും ആളുകളെ ആശ്വസിപ്പിക്കാനാവണം. കലിമത്തുൻ ത്വയ്യിബത്തുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ. എന്തെങ്കിലും കൊടുത്ത് ശല്യം ചെയ്യുന്നതിനേക്കാൾ മികച്ച സംഭാവനയാണ് നല്ല വാക്ക്. ചില ആളുകൾക്ക് കൊടുക്കാനുണ്ടാവില്ല, ആശ്വാസത്തിന്റെ വാക്ക് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ഒരാളെയും നിരാശപ്പെടുത്തിയിട്ടില്ല. ഒരു സഹോദരി, ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തുന്നിയ നല്ല ഒരു വസ്ത്രം കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വസ്ത്രം ധരിച്ചു. ധരിച്ചപ്പോൾ നല്ല ഇണക്കമുണ്ട്, നല്ല യോജിപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധരിച്ചപ്പോൾ ആ സഹോദരി കൊടുത്തപ്പോൾ പറഞ്ഞു, ഫഖദ് നസജ്തു ലക ബിയദയ്യ ബിഅബീ അൻത വ ഉമ്മീ. എന്റെ ഉമ്മയും ഉപ്പയെക്കാളും എനിക്ക് വിലപ്പെട്ട നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൈകൊണ്ട് ഞാൻ സ്വയം തുന്നിയുണ്ടാക്കിയതാണ്. ഫഅഖദഹു അലൈഹി സ്വലാത്തു വസ്സലാം വലബിസഹു മുഹ്താജൻ ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ധരിച്ചു. കേവലം ഒരു ചടങ്ങിനല്ല, മുഹ്താജൻ ഇലൈഹി. തങ്ങൾക്കത് ആവശ്യമുള്ള ആളാണ്. വേറെ അങ്ങനെ നല്ല കുപ്പായൊന്നുമില്ല. അപ്പോഴാണ് ഫലമ്മാ ലബിസഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ഒരാൾ വന്നിട്ട് വിളിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ, ബിഅബീ അൻത വ ഉമ്മീ അഅ്തിനി ഹാദൽ കിസാ. അല്ലയോ പുണ്യപ്രവാചകരെ, എന്റെ ഉമ്മയും ഉപ്പയും അവിടത്തേക്ക് ദണ്ഡമാണ്. ആ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഇങ്ങ് തരുമോ? സംഘാടകര് ബക്കറ്റും കൊണ്ടുവരുമ്പോ നല്ല സംഭാവന നൽകണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ആ വസ്ത്രം എനിക്ക് തരുമോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹബിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻതളിർ ഖലീലൻ, അല്പമൊന്ന് വെയിറ്റ് ചെയ്യണം. ഫദഖല ബൈതഹു അലൈഹി സ്വലാത്തു വസ്സലാം വതഅസ്സറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ കടന്ന് മറ്റൊരു വസ്ത്രമെടുത്ത് ധരിച്ചു. വഖലഅ ലഹുൽ കിസാ, ആ ധരിച്ചിരുന്ന വസ്ത്രം അഴിച്ചു. വഅതാഹു ഇയ്യാഹു, ചോദിച്ചയാൾക്ക് ആ വസ്ത്രം നൽകുകയാണ്. അപ്പ സ്വഹാബത്ത് ഈ ചോദിച്ചയാളോട് പറഞ്ഞു, ബിഅസമാ സ്വനഅത, നീ എന്ത് പണിയാ കാണിച്ചത്, മോശമായി പോയല്ലോ. ലബിസഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹ്താജൻ ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യമുള്ള അവസ്ഥയിലാണല്ലോ അത് ധരിച്ചത്. സുമ്മ സഅൽതഹു, പിന്നെ നീ എന്തിനാണത് ചോദിച്ചത്? വതഅലമു അന്നഹു ലാ യറുദ്ദു അഹദൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്ന ഒരാളെയും മടക്കി വിടൂല എന്ന് നിനക്കറിയില്ലേ, പിന്നെന്തിനാണ് നീ ചോദിച്ചത്? അപ്പോഴാ സ്വഹാബി പറഞ്ഞു, ഞാൻ ചോദിച്ചത് വെറുതെയല്ല, എനിക്ക് എന്റെ കഫൻ പുടവയായി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം തട്ടിയ ആ മഹത്തായ വസ്ത്രം എനിക്ക് നാളെ മരിക്കുമ്പോൾ അണിഞ്ഞു പോകാൻ വേണ്ടി ചോദിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലായ്മയുടെ സമയത്തും കൊടുക്കുകയാണ്.
നമ്മൾ റമളാൻ ദാനധർമ്മങ്ങളുടെ മാസമാണ്. പരമാവധി നൽകാൻ പറ്റുന്നവർക്ക് നൽകണം. നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരെയും പ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ പറയരുത്. റമളാനായാൽ കുറെ ആളുകൾ ഇങ്ങിറങ്ങും, വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആരെയും നിങ്ങൾ ആക്ഷേപിക്കരുത്. ഇവരിൽ ആരാണ് അത്യാവശ്യക്കാർ, ആരാണ് ആവശ്യക്കാർ, അതൊന്നും നമ്മൾ അറിയില്ല. അതുകൊണ്ട് നമ്മൾ ദാനധർമ്മങ്ങളുടെ റമളാനാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുന്നു. പരിശുദ്ധ റമളാൻ അനുഗ്രഹങ്ങളുടെ 3 കാണ്ഡങ്ങളായി അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്. അവ്വലുഹു റഹ്മാ, അല്ലാഹുവിൻ്റെ കാരുണ്യം വാരിക്കോരിത്തരുന്ന 10 നാളുകളാണ്. അല്ലാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും അല്ലാഹുവിൻ്റെ കാരുണ്യമില്ലാതെ ഇവിടെ ജീവിക്കാനോ ശ്വസിക്കാനോ നാളെ പരലോകത്ത് രക്ഷപ്പെടാനോ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞില്ലേ, ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അല്ലാഹു അവൻ്റെ കാരുണ്യം കവചമാക്കി തന്നാലല്ലാതെ എനിക്കും രക്ഷയില്ല. അല്ലാഹുവിൻ്റെ റഹ്മത്താണ്, കാരുണ്യം നിങ്ങൾക്ക് ആദ്യം തന്നെ വാരിക്കോരി തരുകയാണ്. അല്ലാഹുവിൻ്റെ കാരുണ്യം, അതാണ് നമ്മൾ ശ്വസിക്കുന്നത്. അല്ലാഹുവിൻ്റെ കാരുണ്യമാണ് നമ്മൾ കുടിക്കുന്നത്. അല്ലാഹുവിൻ്റെ കാരുണ്യമാണ് നമ്മൾ എല്ലാം. അല്ലാഹുവിൻ്റെ റഹ്മത്താണ്. റഹ്മതീ വസിഅത് കുല്ല ശൈഇ, അല്ലാഹുവിൻ്റെ കാരുണ്യമെത്താത്ത ഒന്നുമില്ല, ഏതുമില്ല, ആരുമില്ല. അതുകൊണ്ട് അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിക്കാനുള്ള 10 നാളുകളാണ്. അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ റാഹിമീൻ. അല്ലാഹു തആല നമുക്ക് നൽകുന്നതെല്ലാം അവന്റെ ഫളലാണ്. അല്ലാഹു നൽകുന്നത് മുഴുവനും അവന്റെ ഫളലാണ്. وَإِن يُصِبْنَا فَبِمَحْضِ الْفَضْلِ وَإِن يُعَذِّبْ فَبِمَحْضِ الْعَدْلِ. ഇബ്രാഹിമുൽ ലഖാനി തങ്ങൾ ജൗഹറത്തു തൗഹീദിൽ പറഞ്ഞതാണ്, അല്ലാഹു തആല എന്തു തന്നാലും അത് അവന്റെ ഔദാര്യമാണ്. അവകാശം എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല. അല്ലാഹുവിൻ്റെ അടുക്കൽ നമുക്കൊരു അവകാശവും ഇല്ല, ഒരർഹതയും ഇല്ല, ചോദിച്ചു വാങ്ങാനുള്ള ഒരവകാശവും ഇല്ല. എല്ലാം അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്. അതുകൊണ്ട് ഫഇയുസിബ്ന, അല്ലാഹു നമുക്ക് പ്രതിഫലം നൽകിയാൽ ഫബിമഹ്ളിൽ ഫളി, അത് അല്ലാഹുവിൻ്റെ ഫളലാണ്. അല്ലാഹു ശിക്ഷ നടപ്പിലാക്കിയാൽ ഫബിമഹ്ളിൽ അദ്ലി, അത് അല്ലാഹുവിൻ്റെ നീതി മാത്രമാണ്. അല്ലാതെ അല്ലാഹു ആക്രമിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ളല്ലാമുൽ ലിൽ അബീദ് അല്ല, അടിമകളെ ആക്രമിക്കുന്നവനല്ല. അവൻ നീതിമാനാണ്. അവൻ നീതിമാനായ അല്ലാഹുവിൻ്റെ നീതിയുടെ ഭാഗമാണ് അവൻ നടപ്പിലാക്കുന്ന ശിക്ഷ. അവന്റെ ഔദാര്യമാണ് നമുക്ക് കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും. നാളെ പരലോകത്ത് കിട്ടുന്നതും ഇവിടെ കിട്ടുന്നതുമെല്ലാം അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്. ആ ഔദാര്യത്തിന് വേണ്ടി നമ്മൾ ചോദിക്കാനുള്ള ദിവസങ്ങളാണ് റഹ്മത്ത്. ആ റഹ്മത്ത് നിറയെ ചോദിക്കണം. അല്ലാഹു നമുക്ക് കാത്തിരിക്കുകയാണ് തരാൻ. അല്ലാഹുവിൻ്റെ ഒരു ഫളലുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, നബിയേ, ഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. ഓ നബിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് തങ്ങളോട് ചോദിച്ചാൽ തങ്ങൾ പറയണം ഫഇന്നീ ഖരീബ്, ഞാൻ ഇവിടെ തന്നെയുണ്ടേ. അല്ലാഹു തആല സമീപസ്ഥനാണ്. എവിടെയും നിങ്ങൾ അന്വേഷിച്ചു പോകേണ്ടതില്ല.
നിങ്ങളുടെ മുസല്ലയിൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ നേരിട്ട് വിളിക്കാം, നേരിട്ട് ചോദിക്കാം. ഇവിടെ നിന്ന് റബ്ബിനോട് ചോദിക്കാം, എവിടെന്നും റബ്ബിനോട് ചോദിക്കാം. ഫഇന്നീ ഖരീബ്. എന്നിട്ടോ നമുക്കൊരന്വേഷണമുണ്ടാകും. അല്ലാഹു തആലയോട് ചോദിച്ചാൽ അവൻ റിപ്ലൈ ചെയ്യുമോ, അവൻ ഉത്തരം ചെയ്യുമോ? ഉദ്ഊനി അസ്തജിബ് ലക്കും. ചോദിച്ചോളൂ, ഞാൻ റെഡിയാണ്. അങ്ങനെയുള്ള കാരുണ്യത്തിന്റെ അധിപനാണ് റബ്ബ്. ചോദിക്കുമ്പോൾ സമീപത്തനാണ്, വിളിക്കുമ്പോൾ ഉത്തരം ചെയ്യാൻ റെഡിയായ റബ്ബാണ്. ആ റബ്ബിനോട് റഹ്മത്തിന്റെ 10 നന്നായി നമ്മൾ പ്രയോജനപ്പെടുത്തണം. അങ്ങനെ അവ്വലുഹു റഹ്മ വഔസതുഹു മഗ്ഫിറ. മധ്യ ദിവസം അഥവാ നടുവിലെ 10 നാളുകൾ മഗ്ഫിറത്തിന്റെ 10 നാളുകളാണ്. ഈ രാവും ഇസ്തിഗ്ഫാറിന് പ്രത്യേകം പുണ്യമുള്ള രാവാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംഭാഷണം ഉടനെ നിർത്തി നമുക്കൊരു 33 ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് ദുആ ചെയ്യണം. ഇസ്തിഗ്ഫാറിന് പ്രത്യേകമുള്ള രാവാണ്. അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, ആരാണ് പാപമോചനം തേടുന്നത്? ഞാൻ തരാൻ റെഡിയാണ്. ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അല്ലാഹു തആല ഒരു പ്രതിഫലം രേഖപ്പെടുത്തും. ഒരു നന്മ ചെയ്താൽ അതിന് അല്ലാഹു തആല മിനിമം 10 ഇരട്ടി പ്രതിഫലം തരും. ചിലപ്പോൾ അത് 70 ഇരട്ടിയാകും, ചിലപ്പോൾ അത് 700 ആകും. എത്രയും ഏറ്റി തരാൻ അവൻ റെഡിയാണ്. ഒരാളൊരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ആ ഉദ്ദേശം ഒരു തിന്മയായി എഴുതുകയില്ല. ഒരു തിന്മ ഒരാൾ ചെയ്താൽ ഒരു തിന്മയായിട്ട് ഒരു ബ്ലാക്ക് മാർക്ക് മാത്രമേ ഇടുകയുള്ളൂ. അതിന് 10 ഇരട്ടിയോ 20 ഇരട്ടിയോ ഒന്നും എഴുതില്ല. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്റെ അടിമ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു ഒരു പ്രതിഫലം എഴുതി വെക്കും. അത് ചെയ്തില്ലെങ്കിലും ആ പ്രതിഫലം അവിടെ ഉണ്ടാകും. ഇതാണ് അള്ളാഹുവിന്റെ കാരുണ്യം. ഒരു തിന്മ ഉദ്ദേശിച്ചു എന്ന് കരുതിയിട്ട് തിന്മ രേഖപ്പെടുത്തില്ല. അത്രമേൽ വിട്ടുവീഴ്ചയുള്ളവനാണ് അല്ലാഹു തആല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തിന് റെഡിയാണ്. ഓ നബിയേ, അവിടുന്ന് പറയണം, നബിയേ, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം. തെറ്റു ചെയ്തു പോയ ആളുകൾ അവരോട് പറയണം, നബിയേ, ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാവണ്ട. അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുമേ. റഹ്മത്തും മഗ്ഫിറത്തും ചേർത്ത് അല്ലാഹു തആല പറഞ്ഞു, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവണ്ട. അല്ലാഹു തആല എല്ലാ പാപങ്ങളും പുറത്തു തരാൻ റെഡിയാണ്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള സമയം വേണം, ചോദിക്കാനുള്ള മനസ്സ് വേണം. മഗ്ഫിറത്തിന്റെ 10 നിങ്ങൾക്ക് തരികയാണ്. ആ മഗ്ഫിറത്തിന്റെ 10 മുഴുവനും ഇരുന്നിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ഏതെങ്കിലും ഒരു തെറ്റ് പൊറുക്കപ്പെട്ടു എന്ന് നമുക്ക് റസീറ്റ് കിട്ടിയിട്ടില്ല. ഏതെങ്കിലും ഒരു നന്മ അല്ലാഹു കബൂൽ ചെയ്തു എന്ന് റസീറ്റ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. മഗ്ഫിറത്തിന്റെ 10. മൂന്നാമത്തെ 10 ഏതാണ്? ഇത്ഖും മിനന്നാർ. നരകത്തിൽ നിന്ന് കാവൽ തേടുന്ന 10. നരകത്തിൽ നിന്ന് ഭയമുണ്ടാകണം. വിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ട ഗുണമാണ് നരകത്തിൽ നിന്നുള്ള കാവൽ തേടിക്കൊണ്ടിരിക്കണം. അതല്ലേ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റിട്ടും
വിശ്വാസികൾ ദുആ ചെയ്യുന്നത് അല്ലാഹുവേ വഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. നരകത്തിൽ നിന്ന് കാവൽ തേടിക്കൊണ്ടിരിക്കണം. നരകം ചെറിയ കാര്യമല്ല, അപകടത്തിന്റെ ഏറ്റവും വലിയ ലോകമാണ്. മഹാനായ ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ അത്തഖ്വീഫ് മിനന്നാർ എന്ന ഗ്രന്ഥത്തിൽ ഇതെല്ലാം അങ്ങ് ക്രോഡീകരിച്ച് എഴുതി വച്ചപ്പോൾ അത് വല്ലാത്ത ഗൗരവമുള്ള ഗ്രന്ഥമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഓതിത്തന്നില്ലേ, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിന്നാറ ഫഖദ് അഖ്സൈതഹു വമാ ലിൽളാലിമീന മിൻ അൻസാർ. അറിയുമോ, നരകത്തിൽ അകപ്പെട്ടു പോയാൽ സഹായിക്കാൻ ആരുമുണ്ടാവില്ല. അതൊരേറ്റവും വലിയ ദുരന്തത്തിന്റെ ലോകമാണ്. വിശ്വാസികളായ ആളുകൾ ആരാണ്? വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന അടിമകളുടെ സ്വഭാവം വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫുർഖാനിലെ ആയത്തുകളിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, മുഅ്മിനീങ്ങൾ ആരാണ്, ഇബാദുർ റഹ്മാൻ ആരാണ്, കാരുണ്യവാനായ അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകൾ ആരാണ്? വല്ലദീന യഖൂലൂന, അവര് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ തിരിച്ചു കളയണേ റബ്ബേ എന്ന് ദുആ ചെയ്യുന്നവരാണ്. മുഅ്മിനീങ്ങൾ ആരാണ്? യർജൂന റഹ്മതഹു വയഖാഫൂന അദാബാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കാത്തുകൊണ്ട് അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയക്കുന്നവരാണ്. അപ്പൊ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കണം. മഹാനായ ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയുകയാണ്, മഹാന്മാരായ സ്വാലിഹീങ്ങൾ എന്തിനേറെ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹബിഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു നാൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോൾ മുഖഭാവം മാറിയിരിക്കുകയാണ്. ചോദിച്ചു, എന്തേ? മറ്റൊന്നുമല്ല, ഒന്നും എനിക്ക് പറയാനില്ല. നരകം അത് വല്ലാത്ത വീടു തന്നെ, വല്ലാത്ത വീടു തന്നെ, വല്ലാത്ത വീടു തന്നെ. അതിൻ്റെ ഗൗരവമറിഞ്ഞിട്ട് എനിക്ക് താങ്ങാനാവുന്നില്ല. ഇത് കേട്ടപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പേടിയായി. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? സ്വർഗം തുറക്കുന്ന നേതാവാണ്. പക്ഷേ നരകത്തെക്കുറിച്ച് കേട്ടപ്പോൾ പേടി വന്നുപോയി. അവിടുത്തെ ഉമ്മത്തിന്റെ കാര്യമാണ് കൂടുതൽ വേദനിപ്പിച്ചത്. എന്തായിരിക്കും എൻ്റെ ഉമ്മത്തിന്റെ അവസ്ഥ? സ്വർഗം തുറക്കുന്ന നേതാവ് നരകത്തെ പേടിച്ചിട്ട് കരയുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പോയി കഴിഞ്ഞപ്പോൾ നേരെ വീട്ടിലേക്ക് പോയി കതകടച്ചങ്ങ് ഇരിപ്പായി. ആരോടും മിണ്ടാട്ടമില്ല, ആരോടും സംസാരമില്ല. നേരെ ജമാഅത്തിന് പള്ളിയിൽ വരും. ജമാഅത്ത് കഴിഞ്ഞാൽ ആരോടും സംസാരമില്ല. തിരിച്ച് വീട്ടിലേക്ക് പോകും. റൂമടച്ചിങ്ങനെ ഇരിക്കുകയാണ്. ദിവസങ്ങൾ പലതായപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് ആലോചിച്ചു, എന്തേ സംഭവിച്ചു പോയത്? ഞങ്ങളിൽ നിന്ന് വല്ല അപമര്യാദയും വന്നു പോയോ? എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജമാഅത്തിന് വന്നിട്ട് സാധാരണ പോലെ സംസാരിക്കാതെ നേരെ അങ്ങ് മടങ്ങിപ്പോകുന്നത്? മുഖത്തൊരു ദുഃഖം കാണുന്നുണ്ട്, ആകുലത നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വ്യാകുലമാണ് മനസ്സെന്ന് മനസ്സിലാവുന്നുണ്ട്. നൊമ്പരം നിറഞ്ഞ നടപടികളാണ്. എന്തേ? ഒടുവിൽ സൽമാനുൽ ഫാരിസി തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പോയി പറഞ്ഞു, മോളെ ഫാത്തിമ,
ഉപ്പ കുറച്ച് ദിവസമായി പള്ളിയിൽ വരുന്നുണ്ട്, പക്ഷേ ഞങ്ങളോട് മിണ്ടാട്ടമില്ല. എന്തേ സംഭവിച്ചത് എന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല. മോളൊന്ന് സഹായിക്കുമോ? സൽമാനുൽ ഫാരിസി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചതാണ് സൽമാനു മിന്ന, സൽമാൻ എൻ്റെ വീട്ടുകാരനാണെന്ന്. അതുകൊണ്ട് സൽമാൻ തങ്ങൾക്ക് വീട്ടിൽ ഒരു പരിഗണനയുണ്ട്. ആ പരിഗണന വെച്ചുകൊണ്ട് പോയി ചോദിച്ചതാണ്, അല്ല എന്തേ? അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് മെല്ലെ ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ഉപ്പാന്റെ അടുത്തേക്ക് പോയി വാതിൽക്കൽ ചെന്നു. അവിടുന്ന് വാതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് ഫാത്തിമയുമ്മ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഘോഷത്തോടെ എഴുന്നേറ്റ് വരും, ആലിംഗനം ചെയ്ത് സ്വീകരിക്കും, മൂർധാവിൽ ചുംബനം നൽകും, അണച്ചുകൂട്ടിക്കൊണ്ടുപോയി അടുത്തിരുത്തും, ചേർത്ത് പിടിച്ച് കുശലാന്വേഷണം നടത്തും. അത്ര വലിയ വാത്സല്യമാണ്, അത്ര വലിയ സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഫാത്തിമ ബീവി ഒരു മകള് മാത്രമല്ല, ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന മകളാണ്. അതുകൊണ്ട് ഉമ്മു അബീഹാ, ഉപ്പാന്റെ ഉമ്മയെന്ന് പേരുള്ള ഭവതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വയസ്സുള്ളപ്പോ ഉമ്മ വഫാത്തായില്ലേ? പിന്നെ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്നത് 25-ാം വയസ്സിൽ വന്ന ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ കേവലം ഒരു ഭാര്യയായിരുന്നില്ല, ഒരു പത്നിയോടൊപ്പം ഒരു ഉമ്മയുടെ സ്ഥാനത്ത് തണലു നൽകിയ തണൽ മരമായി ആ ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോ പിന്നെ ഒരു ഉമ്മയുടെ തണല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയത് പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവിയാണ്. അതുകൊണ്ടാണ് ഉമ്മു അബീഹാ എന്ന പേരു കിട്ടിയത്. ആ മകളോട് വലിയ സ്നേഹമാണ്, വാത്സല്യമാണ്. കരളിന്റെ കഷ്ണമല്ലേ, ഹൃദയത്തിന്റെ ഭാഗമല്ലേ. ഞാൻ പോവുകയാണ്, വൈകാതെ വരണമെന്ന് പറഞ്ഞു വിളിച്ചു കൊണ്ടുപോയ മോളല്ലേ. ആ മോള് വരുമ്പോ സാധാരണ വലിയ ആഘോഷമാണ്. ഇപ്രാവശ്യം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാതിൽ തുറന്നു കൊടുത്തു. നേരെ പോയി അവിടുത്തെ ഇരിപ്പിടത്തിൽ ഇരുന്നു എന്നല്ലാതെ ആലിംഗനമില്ല, കുശലാന്വേഷണങ്ങളില്ല, അണച്ചുകൂട്ടിയുള്ള പെരുമാറ്റമില്ല. അപ്പോൾ ചോദിച്ചു, ഉപ്പാ എന്തേ ഇത്? അവിടുത്തെ മുഖഭാവം മാറിയിരിക്കുന്നു, വലിയ നൊമ്പരം കാണുന്നുണ്ട്, എന്തു പറ്റിപ്പോയി? അപ്പോൾ പറഞ്ഞു, മോളെ സഹിക്കാനാവുന്നില്ല, താങ്ങാൻ കഴിയുന്നില്ല. നരകം യാഥാർത്ഥ്യമല്ലേ, അത് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള ശിക്ഷയുടെ വീടല്ലേ. ആ നരകത്തിന്റെ ഗൗരവം നരകം കണ്ടിട്ട് വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് താങ്ങാനായില്ല മോളെ, താങ്ങാനായില്ല മോളെ, താങ്ങാനായില്ല മോളെ. ഓ പ്രിയമുള്ള ഉമ്മപെങ്ങന്മാരെ, നിങ്ങൾ അങ്ങാടിയിലിറങ്ങി ആറാട്ട് നടത്തുമ്പോൾ പണ്ഡിതന്മാര് നിങ്ങളെ തിരുത്താൻ ശ്രമിക്കുന്നത് നിങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല, നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല. എന്നെയും നിങ്ങളെയും പടച്ച പ്രപഞ്ചത്തിന്റെ ഉടമയായ റബ്ബ് വെച്ചിട്ടുള്ള നിയമത്തെ നിങ്ങൾ ലംഘിച്ചതുകൊണ്ടാണ്. ആ ലംഘനം കൊണ്ട് നിങ്ങൾ നരകത്തിലെത്തിപ്പോകുമോ എന്നുള്ള പേടി കൊണ്ടാണ്. അപ്പേടി നിങ്ങൾക്കില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്. ഓ ചെറുപ്പക്കാരെ, അനാവശ്യങ്ങൾ കാണുമ്പോ രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും റമളാൻ ചിലപ്പോ ഇലക്ഷന്റെ പ്രചരണ കാലമായിരിക്കും. അത് ഇലക്ഷൻ നടക്കും, വരും, പോകും. ജയിക്കേണ്ടവര് ജയിക്കും, തോൽക്കേണ്ടവര് തോൽക്കും. വോട്ട് കൂടുതൽ കിട്ടുന്നവർ തെരഞ്ഞെടുക്കപ്പെടും, അവരധികാരികളായി, അവർക്ക് സുഖ സൗകര്യങ്ങൾ ലഭിക്കും, നാട്ടിന് സേവനം ചെയ്തെന്നിരിക്കും, അല്ലെന്നിരിക്കും. അതൊക്കെ അത് വേറെ അജണ്ടയാണ്.
അതിൻ്റെ പേരിൽ റമളാൻ നീ നഷ്ടപ്പെടുത്തണ്ട. നിനക്ക് സ്വർഗം തരാൻ ഒരു രാഷ്ട്രീയക്കാരനും വരില്ല. നിന്നെ നരകത്തിൽ നിന്ന് ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും വരില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അജണ്ട ജനങ്ങൾക്ക് സ്വർഗം കൊടുക്കലല്ല, നരകത്തിൽ നിന്ന് കാവൽ തേടലല്ല. താൽക്കാലിക രാഷ്ട്രഭരണമാണ്, ഭരണാധികാരമാണ്. അതിൻ്റെ പേരിൽ എന്നേക്കുമുള്ള നഷ്ടം വരുത്തി വെക്കരുതേ. എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്. റമളാനിന്റെ പകലുകൾ മുദ്രാവാക്യം വിളിച്ചു കളയാനുള്ളതല്ല, ഖുർആനോദി ഫലപ്പെടുത്താനുള്ളതാണ്. രാവുകൾ രാഷ്ട്രീയം പറഞ്ഞു തീർക്കാനുള്ളതല്ല, നിസ്കരിച്ച് പ്രയോജനപ്പെടുത്താനുള്ളതാണ്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഗൗരവം കൊണ്ടാണ് പെങ്ങന്മാരെ, സംവരണമുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അടിസ്ഥാനപരമായി ഈ ലോകത്ത് ഒരു പൗരൻ അല്ലാഹു കൊടുത്ത ജോലി എന്താണ്? ഒറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ, ഒറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ. രക്ഷിതാക്കളെ, അല്ലാഹു നമുക്ക് തന്ന ഒറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ. ആ ഡ്യൂട്ടി എന്താണ്? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഒറ്റ ഡ്യൂട്ടി നിന്നെ ഏൽപ്പിച്ചു തരികയാണ്. നീ നിന്നെ കാത്തോളണം, നിന്റെ കുടുംബത്തെയും ആശ്രിതരെയും കാത്തോളണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളണം. ഇതാണ് പണി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു, മോളെ ഫാത്തിമ, അൻഖിദീ നഫ്സകി മിനന്നാർ, തടി നരകത്തിൽ നിന്ന് കാത്തോളണേ മോളെ. അതിനേക്കാൾ വലിയ ആരാണ് ഇവിടെ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയ മകളോട് പറഞ്ഞു, അൻഖിദീ നഫ്സകി മിനന്നാർ, മോളെ തടി നരകത്തിൽ നിന്ന് കാക്കണേ, കാത്തോളണേ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോളാന്നും പറഞ്ഞ് മാത്രം ഇരിക്കല്ലേ, നല്ല വിശ്വാസവും നല്ല കർമ്മവും വേണേ മോളെ. ആഖിറത്തേക്ക് മോക്ക് വേണ്ടത് മോള് ചെയ്യണേ മോളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനേക്കാൾ വലിയ നേതാവാരാണ്? അതിനേക്കാൾ പ്രതീക്ഷയുള്ള മകൾ വേറെ ആരാണ്? അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായ നമ്മൾ എത്ര ഗൗരവത്തോടെ കാണണം. ഇതാലോചിച്ചുകൊണ്ട് നരകത്തെ കുറിച്ച് പേടി വേണം. അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഭവനമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരു കൊല്ലന്റെ ആലയിൽ ഊതി കത്തിക്കുന്നത് കണ്ടാൽ ബോധം കെട്ട് വീണുപോയി. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നുൽ അഖ്റം റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ കൂടെ എങ്ങനെ പോവായിരുന്നു. ഫമറ ബിൽ ഹദ്ദാദീൻ, കൊല്ലന്മാരുടെ അടുത്ത് കൂടി പോയപ്പോൾ വഖദ് അഖ്റജു ഹദീദൻ മിനന്നാർ, തീയിൽ പഴുപ്പിച്ച ഇരുമ്പിങ്ങെടുത്തപ്പോൾ ഫഖാമ യൻദുർ ഇലൈഹി വയബ്കീ, അതിൽ നോക്കി നിന്നുകൊണ്ട് കരയുകയാണ്. ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, അതാഉൽ ഖുറാസാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഉവൈസ് റളിയല്ലാഹു അൻഹു യഖിഫു അലാ മൗദിഇൽ ഹദ്ദാദീന, ഇരുമ്പ് പഴിപ്പിച്ച് ജോലി ചെയ്യുന്ന കൊല്ലന്മാരുടെ അടുക്കൽ ചെന്നു. ഫയൻദുർ ഇലൈഹി കൈഫ യൻഫഖൂനൽ കീർ, അവരാലയിൽ എങ്ങനെയാണ് ഊതുന്നത് എന്ന് നോക്കി. വയസ്മഉ സൗത്തന്നാർ, തീയാളുന്ന ശബ്ദം കേട്ടപ്പോൾ മോദനഹിതനായി വീണുപോയി. അബ്ദുല്ലാഹ് ബഹുമാനപ്പെട്ട ഉവൈസ് ഇബ്നു ആമിർ അൽ ഖർനി റളിയല്ലാഹു അൻഹു, തൽഹ റളിയല്ലാഹു അൻഹു, സയ്യിദ് റളിയല്ലാഹു അൻഹു മറാ ബികീരിൽ ഹദ്ദാദ് ഫവഖഫാ യൻദുറാനി ഇലൈഹി വയബ്കിയാൻ. ഇങ്ങനെ വായിച്ചാൽ എത്രയാണ് പറയാനുള്ളത്. ഇമാമിങ്ങളെല്ലാം എന്തിനേറെ സ്വർഗമുദ്ഘാടനം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിന്റെ ഗൗരവം പറഞ്ഞ് കരഞ്ഞുപോയി.
സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ നരകത്തെക്കുറിച്ച് കേട്ട് കരഞ്ഞുപോയി. സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ കേൾക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് നിൽക്കുമോ? സ്വലാത്ത് ദിക്റ് ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പിരിയാമല്ലോ. മഹാനായ ഹസൻ റളിയല്ലാഹു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്തോട്ട് നിൽക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് നിൽക്കാം, പ്രായമുള്ളവർ പ്രയാസമുള്ളവർക്ക് ഇരിക്കാം, കുഴപ്പമില്ല. അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. رجلا يتهجد في الليل ويقرأ سورة الطور സൂറത്തു തൂർ പാരായണം ചെയ്തുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാളെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കേട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന അദാബ റബ്ബിക ലവാഖിഉ മാ ലഹു മിൻ ദാഫിഉ, അള്ളാഹുവിൻ്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും, അത് തടയാനാരുമില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇത് കേട്ടതേ അറിയൂ. വീട്ടിലേക്ക് പോയി 1 മാസം രോഗിയായി കിടന്നു. യഊദുഹുന്നാസ്, ജനങ്ങൾ രോഗസന്ദർശനത്തിന് വരുന്നുണ്ട്. ലാ യദറൂന മാ മറളുഹു, രോഗമെന്തെന്നാരും അറിയുന്നില്ല. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഹുസൈൻ ഇബ്നു മുഹമ്മദ് എന്നവർ അൻ ഫുളൈൽ അൻ മുഹമ്മദ് ഇബ്നു മുതറഫ് എന്നവരിൽ നിന്നാണ്. അതേ അൻസാരികളിൽപ്പെട്ട ഒരു യുവാവുണ്ട്. ദഖല ഖൗഫുന്നാരി ഖൽബഹു, നരകത്തെക്കുറിച്ചുള്ള ഭയം അയാളുടെ കൽബിൽ കയറിപ്പോയി. ഫജലസ ഫിൽ ബൈത്തി, അതുമുതൽ വീട്ടിലിരിപ്പിലായി. ഫതാഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെ കാണാൻ പോയി, ആ മനുഷ്യനെ കാണാൻ പോയി. നരകത്തെ പേടിച്ച് രോഗിയായ ഒരാൾ, അൻസാരിയാണ്, വീട്ടിലിരിപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയി. ഫഖാമ ഇലൈഹി ഫഅതനഖഹു, നേരെ ചെന്ന് ആലിംഗനം ചെയ്തു. അപ്പോൾ ഫശഹിഖ ശഹഖതൻ, ഒരട്ടഹാസമങ്ങ് മുഴക്കി. ഖറജത്ത് നഫ്സുഹു, ആള് മരണപ്പെട്ടു പോയി. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഇബ്നുൽ മുബാറക് തങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം ഇബ്നു അബി ദുനിയ രേഖപ്പെടുത്തുന്നുണ്ട്. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജഹിദു സാഹിബക്കും, അതാ നിങ്ങളുടെ കൂട്ടുകാരനെ സംസ്കരിച്ചോളൂ. ഫലദ ഖൗഫുന്നാരി കബിദഹു, നരകഭയം അദ്ദേഹത്തിൻ്റെ കരള് മുറിച്ചു കളഞ്ഞു. നരകത്തെക്കുറിച്ചുള്ള പേടി കൊണ്ട് മരിച്ചുപോയതാണ്. നമ്മൾ പറയും നരകം പറഞ്ഞു പേടിപ്പിക്കണ്ട മൊയ്ലാരേന്ന്. മോനെ, ഭയക്കേണ്ടതിനെ കുറിച്ച് ഭയക്കണം, മോഹിക്കേണ്ടതിനെ മോഹിക്കണം, കാത്തുവെക്കേണ്ടത് കാത്തുവെക്കണം, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം. ഈ നല്ലൊരു രാവിൽ നരകത്തെ ഭയന്നിട്ട് അള്ളാഹുവിനോട് കാവൽ തേടണം, സ്വർഗത്തെ കൊതിച്ചിട്ട് റബ്ബിനോട് തേടണം. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ മനസ്സിൽ വരുത്തിയിട്ട് പാപമോചനം തേടണം. ഇത് ലൈലത്തും മുബാറക്കയാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ മുഴുവൻ തെറ്റുകളും നീ പുറത്തു തരണം അല്ലാ. ഈ ശഅബാൻ പറന്നിട്ട് എത്രയാള് നമ്മെ വിട്ട് പിരിഞ്ഞു പോയി. നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കൂ. ഈ ശഅബാൻ പറന്നിട്ട് എത്രയാള് മരിച്ചുപോയി. അതാ പൂക്കോം യൂണിറ്റിലെ SSFന്റെ പ്രസിഡന്റ് മിഥിലാജ് 17 വയസ്സുകാരനാണ്.
മരിച്ചുപോയില്ലേ? ഡൽഹിയിൽ റൂമിൽ കിടന്നതല്ലേ? രാവിലെ ഉണർന്നില്ലല്ലോ. അള്ളാഹു ആ കൂട്ടുകാരന്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. അതുപോലെ എൻ്റെ അമ്മാവനായിട്ട് വരും ഷറഫുദ്ദീൻ മുസ്ലിയാർ കൊല്ലം. അദ്ദേഹം രാവിലെ മഹലിൽ നിശ്ചയിച്ച ഒരു നിക്കാഹിന് പോകാൻ ഒളുവെടുത്ത് ളുഹ നിസ്കരിച്ച് ഇറങ്ങുകയാണ്. മിസ്വാക്ക് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞു ഒന്നുകൂടി മിസ്വാക്ക് ചെയ്യാൻ ഒരുങ്ങുകയാണ്. അതേ ഞൊടിയിട കൊണ്ട് വീണ് മരിച്ചുപോയില്ലേ? രോഗിയായി കിടന്നില്ല, അപകടത്തിൽപ്പെട്ടതല്ല. റബ്ബേ, നിന്റെ വിളിക്ക് സമയമായപ്പോൾ വന്നതാണ്. അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കണം അല്ലാ. ഇതുപോലെ ഈ ശഅബാൻ പറന്ന് ഈ 2 ആഴ്ചക്കുള്ളിൽ എത്രയാള് മരിച്ചുപോയി. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ വീട്ടിൽ നിന്ന് മഖ്ദൂമിയയിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ അതേ വിളിച്ചു പറയുന്നു, എൻ്റെ 2 അയൽവാസികൾ മരിച്ചുപോയി. ഒന്നെൻ്റെ ഉമ്മയുടെ അടുത്ത കൂട്ടുകാരിയാണ് സുഹറ ബീവി, അല്ലാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. മറ്റു തൊട്ടയൽവാസിയായ മറ്റൊരു സഹോദരനാണ്. ഇതുപോലെ നിങ്ങൾക്കും പറയാനില്ലേ? ഈ ശഅബാനിൽ വിട്ടുപിരിഞ്ഞ വ്യത്യസ്ത പ്രായക്കാരില്ലേ? അവരെങ്ങോട്ടാണ് പോയത്? കേവലം പള്ളിക്കാട്ടിലേക്കാണോ? അല്ല, അല്ല. അവരുടെ ശരീരം നമ്മൾ കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ വെച്ചെന്നേ ഉള്ളൂ. അവരുടെ ആത്മാവ് എവിടെയാണ്? അവര് നല്ലവരാണെങ്കിൽ അഅ്ലാ ഇല്ലീൻ, അത്യുന്നതങ്ങളിലാണ്. സ്വാലിഹീങ്ങളുടെ അർവാഹുകളുടെ ലോകത്താണ്. അങ്ങനെ ആക്കി കൊടുക്കട്ടെ. അല്ലെങ്കിൽ നരകത്തിൽ പോകുന്നവരുടെ ആത്മാവുള്ള സിജ്ജീനിലാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് മരണം എപ്പോഴും വരാം, എവിടെയും വരാം. അതിന് പ്രത്യേകിച്ച് സമയമില്ല, കാലമില്ല. ഞാൻ എൻ്റെ നഫ്സിനോട് പറയുന്നു, തഖ്വയോടെ ജീവിക്കണം. അള്ളാഹു കൽപ്പിച്ചതൊക്കെ അനുഷ്ഠിക്കണം. അള്ളാഹു വിലക്കിയതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം. നല്ല നിലക്ക് മാന്യമായി ജീവിക്കണം. അള്ളാഹു നമ്മളെ മുഴുവനും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 11 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലി, ഒരു 11 സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് മനസ്സറിഞ്ഞിട്ട് നമുക്കൊന്ന് ദുആ ചെയ്യണം. നല്ല മാന്യനായി ജീവിക്കണം. അള്ളാഹ് വിലക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം. കഴിഞ്ഞ റമളാനിൽ മുടങ്ങിയ മുഴുവൻ നോമ്പും ഖളാ വീട്ടിയോന്ന് എല്ലാവരും ആലോചിക്കണം. പ്രത്യേകിച്ച് സഹോദരിമാർ ചിന്തിക്കണം. മുടങ്ങിപ്പോയ നോമ്പുകൾ വീട്ടണ്ടേ? വീട്ടാനായില്ലെങ്കിൽ പരിഹാരം കൊടുക്കണ്ടേ? ഖളായ നിസ്കാരങ്ങളുണ്ടോ? ഖളാ വീട്ടണ്ടേ? ഖളാ ആവാത്ത ജീവിതം വേണ്ടേ? ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ചുള്ള ബോധ്യം വേണ്ടേ? തഖ്വയോടെ ജീവിക്കണ്ടേ? ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നല്ല മനസ്സറിഞ്ഞ് റാഹത്തോടെ ഇസ്തിഗ്ഫാർ ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. أستغفر الله العظيم. 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 ആകെ ഒരു പ്രതീക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആകെ ഒരു പ്രതീക്ഷ ലോകത്തിന്റെ നേതാവായ
സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. യാ റബ്ബി